ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സ്ക്രൂ ഉപയോഗിച്ചിട്ടുള്ള പലക ജോയിൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ കാണിച്ചിരുന്നത്. ഇത്തവണയും വീഡിയോ സെയിം തന്നെ, അത് സ്ക്രൂ കൂടാതെ പശ മാത്രം, ഗമ്മ് മാത്രം ഉപയോഗിച്ചിട്ട് പലക ജോയിൻറ്റിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്തു പോകാതെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അത് കണ്ടില്ലേ, പ്രോസസ്സെല്ലാം സെയിം തന്നെ. നമ്മൾ ജോയിൻറ്റ് ചെയ്യേണ്ടുന്ന പലകകളുടെ അരികുകൾ വളരെ സ്മൂത്തായിട്ട് പ്ലെയിൻ ചെയ്തെടുക്കുക, വളരെ നൈസായിട്ട് പ്ലെയിൻ ചെയ്ത് ചേർത്ത് എടുക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ട് തരത്തിലുള്ള ഗമ്മുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മറൈൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ സ്ക്രൂ ഉപയോഗിക്കാത്ത ജോയിൻറ്റിൽ ഇടവിട്ട് മറൈൻ പശ തേച്ചതിന് ശേഷം ചെറിയ ഗ്യാപ്പുകളിലായിട്ട് വുഡ് ഫില്ല് കൂടി യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണിത്. നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള പലകയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തരം മെത്തേഡ് ബെഡ്റൂം ഡോറുകൾക്കും കബോർഡ് വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പലകകൾ ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മെത്തേഡാണ്. കണ്ടില്ലേ, ഇടവിട്ട് മറൈൻ ഫെവിക്കോള് അപ്ലൈ ചെയ്യുന്നു. ചെറിയ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നുണ്ടല്ലോ, പശകൾക്കിടയിൽ ചെറിയ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ആ ഗ്യാപ്പുകളിൽ വുഡ് ഫില്ല് വളരെ ചെറിയൊരളവിൽ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ജോയിൻറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടുള്ള ജോയിൻറ്റിൽ വൈസിൽ വെച്ച് മുറുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പലകയുടെ രണ്ട് അറ്റത്തും സി ക്ലാമ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണപ്രദമായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫെവിക്കോള് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ വൈസിൽ വെച്ച് പതുക്കെ മുറുക്കുമ്പോൾ പലകകൾ രണ്ടും അല്പം തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത കുറയ്ക്കാനായിട്ട് ഈ സി ക്ലാമ്പ് ഇങ്ങനെ രണ്ട് എൻഡിലും വെച്ച് മുറുക്കുമ്പോൾ അത് വളരെ കുറവായിരിക്കും, സാധ്യത കുറവായിരിക്കും. കണ്ടോ, നമ്മൾ ആ ഫെവിക്കോള് തേക്കാതെ വിട്ടിട്ടുള്ള ചെറിയ പോർഷൻസ് ഉണ്ടല്ലോ, ആ പോർഷൻസിൽ വുഡ് ഫില്ല് വളരെ കുറഞ്ഞ അളവിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ സെറ്റാവുന്നതാണ്. ഒരു ഒഴിച്ചതിന് ശേഷം, വുഡ് ഫില്ല് ഒഴിച്ചതിന് ശേഷം 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വുഡ് ഫില്ലിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടിട്ടുള്ള ചെറിയ അടുത്ത പോർഷനിലേക്ക് വെച്ച് വൈസ് ഒന്നുകൂടി ടൈറ്റ് ചെയ്യുക. അവിടെയും സെയിം രീതിയിൽ തന്നെ വുഡ് ഫില്ല് അപ്ലൈ ചെയ്യുക. അങ്ങനെ ഓരോ ഗ്യാപ്പിലും വുഡ് ഫില്ല് അപ്ലൈ ചെയ്തിട്ട് പലക അപ്പോൾ തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വുഡ് ഫില്ലിൻ്റെ ഒരു പിടുത്തത്തിൽ ഈ പലക ജോയിൻ്റ് ആയിട്ടുണ്ടാവും. ക്രമേണ ഇരുന്ന് ആ ഫെവിക്കോൾ മറൈൻ ഉണങ്ങുമ്പോഴേക്കും പലക പക്ക ഫൈൻ ക്വാളിറ്റിയിൽ ഒട്ടിയിട്ടുണ്ടാവും. നമുക്ക് കാണാമത്. ഇപ്പോൾ എല്ലാ ഭാഗത്തും വുഡ് ഫില്ല് ഒഴിച്ചതിന് ശേഷം പലക എടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാം. കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാനിറ്റർ ചെയ്തതിന് ശേഷമുള്ള ഭാഗം ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അത് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നു. അതേ റിസൾട്ട് തന്നെയാണ് ഇത്തരം ജോയിൻറ്റിലും ഉണ്ടാവുക. വളരെ ഭംഗിയായിട്ട് ചേർപ്പായിട്ടുണ്ട്. ബെഡ്റൂം ഡോറുകളുടെ വർക്കുകൾ, കബോർഡ് വർക്കുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മെത്തഡാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നു വരുന്നു. ഓക്കെ, ദെൻ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.